നമസ്കാരം. വാണിജ്യ സിലിണ്ടറിന്റെ വില വർധനവിനെതിരെ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ. സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ബേക്കറികൾ, ക്യാൻറ്റീനുകൾ പണിമുടക്ക് തുടരുകയാണ്. ഇന്ധനവില വർധനവിൻ്റെ ഭാരം ഉടൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൈമാറണമെന്ന ആവശ്യവുമായി IMF രംഗത്തെത്തിയിട്ടുണ്ട്. തുടർച്ചയായ രണ്ടാം ദിവസവും രാജ്യാന്തര വിപണിയിൽ എണ്ണവില ഇടിഞ്ഞിരിക്കുകയാണ്. അതേസമയം US നടപടിയായ ഓപ്പറേഷൻ പ്രോജക്റ്റ് ഫ്രീഡം താൽക്കാലികമായി നിർത്തിവെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും. നോക്കാം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. ഒരു മണി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വാണിജ്യ സിലിണ്ടറിന്റെ വില വർധനവിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ. സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ബേക്കറികൾ, ക്യാൻറ്റീനുകൾ എന്നിവയുടെ പണിമുടക്ക് തുടരുന്നു. ഓൺലൈൻ ഫുഡ് ഡെലിവറികളും പ്രവർത്തിക്കുന്നില്ല. 24 മണിക്കൂർ കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കാനാണ് തീരുമാനം. വില കുറച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. LPGക്ക് കുത്തനെ വില വർദ്ധിപ്പിച്ചത് കാരണം ഹോട്ടലുകൾ മുന്നോട്ട് പോകാനാകാത്ത സാഹചര്യമാണുള്ളത്. വിലക്കയറ്റവും ഉയർന്ന വാടകയും കൂലി വർധനവുമെല്ലാം കാരണം ഇതിനോടകം തന്നെ ഹോട്ടൽ മേഖല വലിയ സാമ്പത്തിക സമ്മർദ്ദം നേരിടുന്നുണ്ട്. നിലവിലെ സിലിണ്ടർ ക്ഷാമം മൂലം ഇപ്പോൾ തന്നെ 50% താഴെ ഹോട്ടലുകൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. സിലിണ്ടർ വില കൂട്ടിയത് ഇരട്ടി പ്രഹരമായെന്നും ഹോട്ടൽ ഉടമകൾ പറയുന്നു. ഇന്ധനവില വർധനവിൻ്റെ ഭാരം ഉടൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൈമാറണമെന്ന ആവശ്യവുമായി IMF. നേരത്തെ കേന്ദ്ര സർക്കാർ എണ്ണയ്ക്കുള്ള എക്സൈസ് തീരുവ കുറച്ചു. ഇതുകൂടാതെ രാസവളത്തിനും സബ്സിഡിയും നൽകുന്നുണ്ട്. ഇനിയും ഉയർന്ന എണ്ണവിലയുടെ ഭാരം ജനങ്ങൾക്ക് നൽകണമെന്ന് IMF ഏഷ്യ പസഫിക് ഡയറക്ടർ കൃഷ്ണ ശ്രീനിവാസൻ പറഞ്ഞു. ഇന്ത്യയുടെ സാമ്പത്തികാവസ്ഥ മോശമാണെന്നും പരിധിയിലധികം സബ്സിഡി അനുവദിക്കാനുള്ള ശേഷിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ പ്രസ്താവനയ്ക്കെതിരെ RBI ഡെപ്യൂട്ടി ഗവർണർ പൂനം ഗുപ്ത രംഗത്തെത്തി. ഇന്ത്യ മികച്ച അവസ്ഥയിലാണ് ഇപ്പോഴുള്ളതെന്നും GDPയുടെ 83.4% നിലവിലുള്ള കടമെങ്കിൽ 2031 അത് 77.7% കുറയുമെന്നാണ് പ്രവചനം. മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ കടം കുറവാണെന്നും പൂനം ഗുപ്ത പറഞ്ഞു. പണപ്പെരുപ്പം കുറയ്ക്കുന്നതിനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യാന്തര വിപണിയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും എണ്ണവില ഇടിഞ്ഞു. ഇറാനുമായി സമാധാന കരാർ ഉണ്ടാവുമെന്ന പ്രതീക്ഷ തന്നെയാണ് എണ്ണവിലയെ സ്വാധീനിച്ചത്. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 1.7% ഇടിഞ്ഞ് $108 താഴ്ന്നു. വെസ്റ്റ് ടെക്സാസ് ഇന്റർമീഡിയറ്റ് ക്രൂഡ് ഓയിൽ വില 1.6% ഇടിഞ്ഞ് $100.60 എത്തി. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ 6% വില വർധനവ് ക്രൂഡ് ഓയിലിന് രാജ്യാന്തര വിപണിയിൽ ഉണ്ടായിരുന്നു. ക്രൂഡ് ഓയിലിൻ്റെ ഭാവി വിലകൾ കുറഞ്ഞിട്ടുണ്ട്. ജൂലൈയിൽ ബ്രെന്റ് ക്രൂഡ് ഫ്യൂച്ചർ നിരക്കിൽ 1.38%-ൻ്റെയും വെസ്റ്റ് ടെക്സാസ് ഇന്റർമീഡിയറ്റ് ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ 1.47%-ൻ്റെയും കുറവുണ്ടായി. മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിലും എണ്ണവില കുറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ഉപയോഗിക്കുന്ന ബ്രെന്റ് ക്രൂഡിൻ്റെ വില കുറഞ്ഞത് രാജ്യത്തിന് ആശ്വാസമേകും. ഇന്ത്യയുടെ സേവന മേഖലയുടെ വളർച്ച 5 മാസത്തിനിടയിൽ ഏറ്റവും വേഗത്തിൽ വർദ്ധിച്ചു. ശക്തമായ ആഭ്യന്തര ആവശ്യം, ഉയർന്ന കൊമേഴ്സ് പ്രവർത്തനം, മെച്ചപ്പെട്ട പുതിയ ഓർഡർ വരവ് എന്നിവ ഇതിന് സഹായകമായി. ബുധനാഴ്ച പുറത്തിറക്കിയ HSBC ഇന്ത്യ സർവീസസ് PMI പ്രകാരമാണ് സേവന പ്രവർത്തനങ്ങൾ വിലയിരുത്തിയത്. മാർച്ചിൽ 14 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 57.5 എത്തിയതിനു ശേഷം സൂചിക ഏപ്രിലിൽ 58.8% ഉയർന്നിരുന്നു. കയറ്റുമതി വളർച്ച ദുർബലമാവുകയും പശ്ചിമേഷ്യ യുദ്ധം കാരണം ചെലവ് സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുകയും ചെയ്തിട്ടും ആഭ്യന്തര ആവശ്യകത വർദ്ധിച്ചതിനാൽ സേവന മേഖലയുടെ വളർച്ച വേഗത്തിലായി. ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ സൈനിക അകമ്പടിയോടെ മോചിപ്പിക്കാനുള്ള US നടപടിയായ ഓപ്പറേഷൻ പ്രോജക്റ്റ് ഫ്രീഡം താൽക്കാലികമായി നിർത്തിവെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പാകിസ്ഥാന്റെ മറ്റു രാജ്യങ്ങളെ അഭ്യർത്ഥന മാനിച്ചാണ് പദ്ധതി താൽക്കാലികമായി നിർത്തിയെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇറാന്റെ പ്രതിനിധികളുമായുള്ള ചർച്ച പുരോഗമിക്കുകയാണെന്നും പ്രൊജക്ട് ഫ്രീഡം നിർത്തിവച്ചില്ലെങ്കിൽ ഇറാനെതിരെയുള്ള നാവിക ഉപരോധം ശക്തമായി തുടരുമെന്നും ട്രംപ് അറിയിച്ചു. ഇസ്ലാമാബാദിൽ നടന്ന സമവായ ചർച്ച പരാജയപ്പെട്ടെങ്കിലും ചർച്ചകൾ പിന്നീടും തുടർന്നെന്നും പുരോഗതിയുണ്ടെന്നുമാണ് ട്രംപ് പറയുന്നത്. അതേസമയം ഹോർമൂസ് തുറക്കാൻ UN പ്രമേയം കൊണ്ടുവരാനാണ് അമേരിക്കയുടെ നീക്കം. ഗൾഫ് രാജ്യങ്ങളുടെ സഹകരണത്തോടെയാണ് പ്രമേയം കൊണ്ടുവരിക. അറബിക്കടലിൽ യന്ത്ര തകരാറിനെ തുടർന്ന് കുടുങ്ങിപ്പോയ ഇന്ത്യൻ കപ്പലിന് പാകിസ്ഥാൻ നാവികസേന സഹായഹസ്തമേകി. ഒമാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വരികയായിരുന്ന MV ഗൗതം എന്ന
കപ്പൽ ഗുരുതരമായ സാങ്കേതിക തകരാറിനെ തുടർന്ന് കടലിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. മുംബൈയിലെ മാരിടൈം റെസ്ക്യൂ ആൻഡ് കോർഡിനേഷൻ സെന്റർ ഇസ്ലാമാബാദിലെ അധികൃതരുമായി ബന്ധപ്പെട്ട് സഹായം അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് പാകിസ്ഥാൻ നാവികസേന ഈ ദൗത്യം ഏറ്റെടുത്തത്. രക്ഷാപ്രവർത്തനത്തിനായി പാകിസ്ഥാൻ നാവികസേന PMSS കശ്മീർ എന്ന കപ്പലിനെ ചുമതലപ്പെടുത്തി. പാകിസ്ഥാൻ മാരിടൈം സെക്യൂരിറ്റി ഏജൻസിയും ഈ ദൗത്യത്തിൽ പങ്കുചേർന്നു. കപ്പലിൽ 6 ഇന്ത്യക്കാരും ഒരു ഇന്തോനേഷ്യക്കാരനും ഉൾപ്പെടെ ആകെ 7 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. കുടുങ്ങിക്കിടന്ന ജീവനക്കാർക്ക് ആവശ്യമായ ഭക്ഷണം, മരുന്നുകൾ, മറ്റ് അടിയന്തര സഹായങ്ങൾ എന്നിവ നൽകി. കൂടാതെ കപ്പലിൻ്റെ സാങ്കേതിക തകരാറുകൾ പരിഹരിക്കാനും കപ്പൽ സുരക്ഷിതമാക്കാനും നാവികസേന സാങ്കേതിക സഹായം നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. പ്രവാസി ഇന്ത്യക്കാർക്കുള്ള കോൺസുലർ സേവനങ്ങളിൽ കരാർ ഒപ്പുവെച്ച് ദോഹയിലെ ഇന്ത്യൻ എംബസിയും ഖത്തർ പോസ്റ്റും. കരാർ പ്രകാരം പാസ്പോർട്ടുകൾ, മറ്റു കോൺസുലർ രേഖകൾ എന്നിവ ഇനി എംബസിയിലെത്തി കൈപ്പറ്റുന്നതിന് പകരം ഖത്തർ പോസ്റ്റ് വഴി വീട്ടിലെത്തിക്കാനുള്ള സൗകര്യമുണ്ടാകും. പ്രവാസികൾക്ക് മികച്ച സേവനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിയെന്ന് ഇന്ത്യൻ അംബാസിഡർ വിപുൽ പറഞ്ഞു. അത്യാധുനിക ട്രാക്കിംഗ് സംവിധാനത്തോടെ സുരക്ഷിതമായ രീതിയിലാകും ഖത്തർ പോസ്റ്റ് രേഖകൾ മേൽവിലാസത്തിൽ എത്തിക്കുക. അപേക്ഷകർക്ക് തങ്ങളുടെ രേഖകൾ എവിടെ എത്തിയെന്ന് ഓൺലൈനായി പരിശോധിക്കാനുള്ള ട്രാക്കിംഗ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരമുള്ള ത്രിഭാഷാ പഠനത്തിന് 3ാം ഭാഷ തിരഞ്ഞെടുത്ത് ക്ലാസ് തുടങ്ങാൻ CBSE നിർദ്ദേശം. ജൂലൈ 1 മുതൽ ഇത് കർശനമായി പാലിക്കാൻ ആവശ്യപ്പെട്ട് അഫിലിയേറ്റഡ് സ്കൂളുകൾക്ക് CBSE സർക്കുലർ അയച്ചു. ഈ കൊല്ലം 6ാം ക്ലാസ്സിൽ 3ാം ഭാഷ പഠിപ്പിച്ചിരിക്കണമെന്ന് നിർദ്ദേശിച്ച് കഴിഞ്ഞ മാസം ഇറക്കിയ സർക്കുലറിൻ്റെ തുടർച്ചയായാണ് പുതിയ സർക്കുലർ. 3ാം ഭാഷ ഇനിയും തിരഞ്ഞെടുത്തിട്ടില്ലാത്ത സ്കൂളുകൾ മെയ് 31-നകം അത് പൂർത്തിയാക്കണം. ഏത് ഭാഷയാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് CBSEയുടെ ഓൺലൈൻ പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്യണം. ഭരണഘടനാ പട്ടികയിൽ ഭാഷകളിൽ ഔദ്യോഗിക പാഠപുസ്തകങ്ങൾ ജൂലൈ 1-ന് മുമ്പായി NCERT CBSE വെബ്സൈറ്റുകളിൽ ലഭ്യമാകും. ഭരണഘടനാ പട്ടികയിൽ ഇല്ലാത്ത ഭാഷയാണ് ഏതെങ്കിലും സ്കൂൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിന് ചട്ടം പാലിച്ചിരിക്കണം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രാഥമിക കണക്കനുസരിച്ച് NDAയുടെ വോട്ട് ശതമാനത്തിൽ വർധന. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വോട്ട് ശതമാനത്തിൽ NDAയ്ക്ക് 2% വർധനവുണ്ടായത്. 12.41% നിന്നും 14.2% വോട്ട് വിഹിതം വർദ്ധിച്ചത്. എന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ 19.26% അപേക്ഷിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAയ്ക്ക് 5.13% കുറവുണ്ടായെന്നും പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 14.71% NDAയുടെ വോട്ട് വിഹിതം. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് ചർച്ചകൾ തുടർന്ന് വിജയുടെ തമിഴക വെട്രി കഴകം. കോൺഗ്രസ് ഉപാധിയോടെ പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ CPIയോടും CPMനോടും പിന്തുണ തേടി വിജയ്. സംസ്ഥാന നേതൃത്വങ്ങൾ ആദ്യം ചർച്ച ചെയ്യുമെന്ന് 2 പാർട്ടികളുടെയും കേന്ദ്ര നേതാക്കൾ അറിയിച്ചു. വിജയ്ക്ക് പിന്തുണ നൽകണമെന്ന അഭിപ്രായത്തിനാണ് മുൻതൂക്കം. അതേസമയം മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശമുന്നയിച്ച് TVK നൽകിയ കത്തിൽ ഗവർണർ ഇന്ന് തീരുമാനമെടുത്തേക്കും. TVKയ്ക്ക് പിന്തുണ നൽകുന്ന കത്ത് കോൺഗ്രസ് ഇന്ന് ഗവർണർക്ക് കൈമാറും. ഇടതു പാർട്ടികളുടെ പിന്തുണ കൂടി ഉറപ്പാക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ തന്നെ ഇടതു നേതാക്കളോടും സംസാരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. പവന് 1560 രൂപയാണ് കൂടിയത്. ഇതോടെ 1 പവൻ സ്വർണ്ണത്തിന് 1,10,960 രൂപയായി. ഗ്രാമിന് 195 രൂപ വർദ്ധിച്ച് 13,870 രൂപയിലെത്തി. 18 ക്യാരറ്റ് സ്വർണ്ണത്തിനും ആനുപാതികമായി വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 160 രൂപ കൂടി 11,400 രൂപയും പവന് 1,280 രൂപയും വർദ്ധിച്ച് 91,200 രൂപയായി. വെള്ളി ഗ്രാമിന് 265 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. ഇതോടെ 1 മണി വാർത്ത പൂർണ്ണമാകുന്നു. ഇനി മാർക്കറ്റ് അപ്ഡേറ്റ്സ് കാണാം. നമസ്കാരം.